നമ്മുടെ ചണ്ടൻ്റെ ഉസനെ വിളിക്കാൻ പോവുകയാണേ, നന്ദൂസനെ. സുഖ ഉറക്കമാണ്. ഇതെന്തോ പറയില്ലേ, നന്ദൂസേ കണ്ണ് തുറക്കൂ. ബാബാ എണീക്ക് ബാണീക്ക്. നേരം ഒരുപാടായി, സ്കൂളിൽ പോകാൻ ടൈമായി. ഇന്നോട്ട് സ്കൂളിൽ പോകണം, അതുകൊണ്ട് 9-10 മണി വരെ പറ്റൂലേ. 2 മിനിറ്റാ? അപ്പോൾ കൃത്യം 2 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് വിളിക്കുവേ. ഇപ്പോൾ ഒരു കള്ളി വന്ന് കിടന്നേണേ. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞപ്പം ഈ കള്ളി TV കണ്ടുകൊണ്ടിരുന്നേണേ. പന്ന കള്ളി തന്നേ. TV കണ്ടുകൊണ്ടിരുന്നിട്ട് നന്ദൂസിനെ വിളിക്കണപ്പോൾ ഓടി വന്ന് കിടന്നേന്ന്. എണീച്ച് പാടി കള്ളി. ബാബാ 2 മിനിറ്റ് ആകുമ്പോൾ അമ്മ ഒന്ന് വിളിക്കുവേ. വിളിക്കണ്ടടാ, അവൾ ഉണർത്തിക്കോടും നിന്നെ. വേണ്ട, നേരം വെളുത്ത് എണീറ്റ് കൊച്ചു ടിവിക്കകത്തായിരുന്നു. വെളുപ്പാങ്കാലത്ത് എണീക്കുക എൻ്റെ കൂടെ. 2 മിനിറ്റ് എന്നാണ് പറഞ്ഞ്. ഞാനൊരു 5 മിനിറ്റ് സമയം കൊടുത്തല്ല, 10 മിനിറ്റോടെ സമയം കൊടുത്തു. ഇനി ഇതാ വിളിക്കാൻ പോവുകയാണേ. ഡാ 2 എന്നുള്ളത് 10 മിനിറ്റ് എന്ന്. എണീറ്റ് അങ്ങോട്ട്. അസ്ഥിയൊക്കെ കാണാൻ ഭഗവാനെ. ഇനി എക്സ്റേ എടുക്കാൻ പോകാനായിട്ട് ഒന്നും പാടില്ല, ശരീരം അങ്ങ് കാണിച്ചാൽ മതി. എണീര് പറയാ. ഹലോ ഗായ്സ്, ഞാൻ വെളുപ്പാങ്കാലത്ത് എണീച്ചു, TV കണ്ടു. പറയൂ. അച്ഛന് പപ്പിക്കുട്ടിയെ കൊണ്ടു കൊടുക്കാനുണ്ടായിരുന്നു. അച്ഛൻ വെളുപ്പിന് 5 മണിക്ക് പോയി. ഇത് നമ്മ പറഞ്ഞ പോലെ പറയൂളാ. എല്ലാരും സ്കൂളിൽ പോയോ ചോര്? ഇന്ന് ചേട്ടൻ സ്കൂളിൽ പോകണം. എൻ്റെ ചേട്ടൻ ഉണർത്താൻ നിൽക്കുന്നു. വാവ പോയി വിളിച്ചുണർത്തിയ ചേട്ടനെ. സൂപ്പറായിട്ട് അവൾ ഉണർത്തി. ഗുഡ് മോർണിംഗ് പറ. വയ്യ ചേട്ടന്. വിളിച്ചോണത്ത്, തട്ടി വിളിച്ചോണത്ത്. പിന്നെ കൊച്ചിന് ക്ഷമ പോവില്ല. എത്ര നേരം കൊണ്ട് വിളിക്കണം നിന്നെ. വിളിച്ചോണത്ത് മക്കളെ. എണീര്. ചേട്ടാ എവിടെ പോയിടി? ബാത്റൂമിൽ പോയാ? ബാബാ പല്ലിയിക്കാൻ വാ. ചേട്ടൻ പല്ലിയിക്കാൻ പറഞ്ഞു. വാ ഇറങ്ങപ്പെണ്ണും പിള്ളേ. ബാബാ പല്ലിയിക്കാൻ വാ. കുഞ്ഞെ ചേട്ടൻ പല്ലിയിക്കാൻ പോകുന്നുണ്ട്. ബാബ വരുന്നുണ്ടേ. വാ. എന്തോ നീ വാ കുഞ്ഞ ഇങ്ങോട്ടെ. നന്ദൂസേ കുഞ്ഞ വരണ്ടേ? കുഞ്ഞെ കൊണ്ടുപോകണില്ലല്ലോ നന്ദൻ്റെ സ്കൂളിൽ. പിന്നെ വാ. അപ്പോൾ ഇതാര് ടിൻറ്റു ഈ കിടക്കണത്? അപ്പോൾ ഇവിടെ കിടക്കട്ടെ, നമുക്കെടുത്ത് കളയാം. ആർക്കും വേണ്ടല്ല. എന്ത് ഇഡ്ഡലിയാ ഇത്? ഒന്നുകൂടെ കാണിച്ചാ ഇഡ്ഡലി. ഓക്കെ. മുട്ടക്കറിയായി, അവിയലായി, പിന്നെന്തുവാ ഫ്രൈ ആയി. ഇനി നമുക്ക് ചോറ് വടിക്കണം, മീൻകറി വെക്കണം. പോപ്പലിക്കാൻ പോ. അപ്പം നമ്മുടെ സ്കൂളിൻ്റെ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുഞ്ഞയ്ക്ക് ഇവിടെ എടുത്ത് കൊടുക്കടാ പല്ല് കഴിക്കാൻ. ഒഴിച്ച് കളയണം ഇത്. ഇപ്പം എനിക്ക് ശല്യം കാണൂലല്ലോ.
പക്ഷെ എന്റെ ഫ്രണ്ട്സിനും ടീച്ചറിനും കാണും. ആർക്ക്? ഫ്രണ്ട്സിനും ടീച്ചറിനും. നിന്നെ കൊണ്ട് അല്ലേ? ആ അറിയാം. അവള് വെളുപ്പാങ്കാലത്ത് എണീക്കും കൊച്ചു ടിവിയില് ഹക്ക കാണാൻ. നമ്മളെ ഷോബൂസ് എവിടെ പോയാ? രാവിലെ എണീച്ച് പോയെന്ന് തോന്നുന്നു. അച്ഛാമ്മ ഉറങ്ങണം. അത് തന്നെ വിളിയടി വിളി. ദൗദു വെളിയില് എല്ലാ പട്ടികളും കൂടെ വന്ന്. നീ എവിടെ പോയിരുന്നു രാവിലെ? ഞാൻ കരിയില് ഉറക്കി ഈ പ്യാരയൊക്കെ പറിക്കണം പിന്നെ കാണാത്തോണ്ട് വിളിച്ചേ. പല്ലേര് പല്ലേര് കുഞ്ഞ പല്ലേര്. എന്ത് രാവിലെ ചായക്ക് വരാത്ത? പറ്റിയോണ്ട് പറഞ്ഞു എന്തരന്ന്? അല്ല ഈ ചായ ഇടും മുമ്പ് വന്ന് ചായ ചായ എന്ന് വിളിച്ച ചായ ആവോ? അപ്പോൾ ഗൈസ് രാവിലെ സ്കൂളിൽ പോകേണ്ട തിരക്കാണ്. മണി 7:15. അങ്ങനെ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കുറച്ച് ഇച്ചിരി പൂരം കൂടെ പണി കൂടി. സാധാരണ പണി ഉള്ളത് തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. പിന്നെ നന്ദപ്പനെ വിളിച്ച് സ്കൂളിൽ തള്ളി വിടണം, ആ ഒരു തിരക്കുണ്ട്. അപ്പോൾ ഇനി ബാക്കി സ്കൂൾ ഡേ വിശേഷങ്ങളായിട്ട് കാണാം. ബാക്കിയെല്ലാം പ്രിപ്പയർ ചെയ്യട്ടെ. ഇനി കാപ്പി കൊടുക്കണം, പറഞ്ഞു വിടണം, ഒരു ബഹളം തന്നെ. എന്താണ്? വാ തരാം. കറി വെച്ചിട്ടേ പാത്രത്തിലോട്ട് ആക്കിയിട്ട് എന്റെ മക്കളെ നില്ലേ എനിക്ക് കുളിക്കണം. അയ്യോ എന്നിട്ട് ഫസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് കുളിക്കണ്ടേ. എന്തരടാ ഇത്? ഞാനൊന്നും കഴിച്ചില്ലല്ലോ. എത്ര ഉണ്ടെന്ന് തെളിഞ്ഞു കാണാൻ. അല്ലെങ്കിൽ പിന്നെ അങ്ങ് കഴിക്കുമല്ലോ എന്നെ കൂടെ പറയിക്കാനായിട്ട്. നീയിപ്പൊ എണ്ണ തേക്കുന്ന ആഹാരം കഴിക്കുന്നോ? കുളിച്ചിട്ട് ആഹാരം കഴിക്കുക. ആഹാരം കഴിച്ച ഉടനെ കുളിക്കാൻ പാടില്ല. ആഹാരം കൊടുക്കാഞ്ഞിട്ടല്ല, നന്നായിട്ട് കൊടുക്കും, തിന്നൂല. പിന്നെ ഇനി ഇവൻ തിന്നാലോ ഈ പറമ്പിലെ മുഴുവൻ സമയവും ഇവൻ പറമ്പിൽ തന്നെയാണ്. എങ്ങനെ നേരെയാവും ശരീരം? പിന്നെ ഒരേ കണക്കിന് ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്. നല്ല സ്കെൽറ്റ് ശരീരത്തിന് നല്ല ആരോഗ്യമായിരിക്കും. ഇങ്ങനെ ഇരിക്കണം നല്ലത്. പണ്ട് അമ്മ പറയും ഞാനും ഇതുപോലെ ഇരുന്നേന്ന് പറയും. കുഞ്ഞിയെ കാണുമ്പോൾ അമ്മ പറയും ഞാൻ കുഞ്ഞി എങ്ങനെ ഇരുന്ന അതുപോലെ ഇരുന്നേന്ന്. കുറച്ച് കഴിയുമ്പോൾ വണ്ണമൊക്കെ വെച്ചോളും കേട്ടാ. അമ്മേനെ പോലെ വേണ്ട, തടിച്ച്. അയ്യോ എനിക്ക് വണ്ണം വേണ്ട. എന്റെ വണ്ണം ഇങ്ങനെയല്ല. അവൻ എന്ത് കിടന്ന് തൂങ്ങണത്? പള്ളിക്കൂടെ തന്നെ പറഞ്ഞോണ്ടാ കുളിപ്പിക്കുന്നത്. രണ്ടുപേരേ ഉള്ളു. പിന്നെ രണ്ടുപേരെ വിളിക്കാൻ പിള്ളേരെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എനക്ക് വലിയ വാലായിരുന്നു. അന്നേരം കൂടെ ഈ വെളിയിൽ ഇങ്ങനെ കളിക്കിടയ്ക്കും അകത്ത് അയ്യോ കൊച്ചുകള് പോളേ. കൊച്ചുകൂടെ പോണോണ്ട് സന്തോഷം തന്നെ. ഉള്ളു. അയ്യോ
എല്ലാരും കൂടെ പോകാനായിരുന്നു ഈ വണ്ടിയാണ്. ഉറക്കെ സംസാരിച്ചപ്പോ ഡോറ ഒന്ന് തള്ളണണ്ട. എന്തോന്ന് വന്നിടന്ന് തള്ളണത്? അവരൊക്കെ വിളിച്ചതുകൊണ്ടാണ് വരുന്നത്. സിംബയും ഡോറയും കൂടെ വൈറലാവാൻ വേണ്ടി വന്നു. ശരി ശരി പോയി കുളിച്ചിട്ടോ. ഞാൻ പോണ്. കുഞ്ഞു ഞാൻ ഇതൊക്കെ ഇനി എടുക്ക. ഇവിടെ കുളിക്കണേ. നന്ദുസാർ പോയി പെട്ടെന്ന് കുളിച്ചിട്ടോ. നമ്മ കാപ്പി എടുത്ത് വെക്കാം. കുഞ്ഞുഞ്ഞാ കാപ്പി എടുത്താ? ഇടിയപ്പം മുട്ടക്കറിയാണ് കഴിക്കാൻ തരട്ടാ? പിന്നെ എന്തോ വേണം രാവിലെ? പഴോ? പഴം കഴിച്ച് എങ്ങനെ വിശപ്പ് മാറും കുഞ്ഞാ? അവിടെ ഞാൻ ഇടിയപ്പം തരാം. മീൻ വേണ്ടേ? എന്ത്? ആ മീൻ തരൂല. മുട്ടക്കറി കഴിക്കാമല്ലോ. ഇരി അവിടെ സ്റ്റൂളിലിരി. ഒരുപാട് പേര് ചോദിക്കും കേട്ടോ ചേച്ചിയുടെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണേന്ന്. ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ ആരുമില്ല വീഡിയോ എടുക്കാൻ. അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് വരാത്തത്. പക്ഷെ എനിക്കും ഭയങ്കര ആഗ്രഹമാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന്. ഒരു ദിവസം എടുക്കാതെ നമുക്കിങ്ങനെ ഇങ്ങനെ കുറേശ്ശെ ചിരിച്ച് കാണിക്കാം. വാരി കെട്ടൂല കൊച്ച്. ഞാൻ എണീറ്റ ഉടനെ ആ മുടിയിലെ ബണ്ണിനെ അഴിച്ച് ദൂരെ കളയും. മുടി കെട്ടണ കൊച്ചിന് ഇഷ്ടമല്ല. പിരിത്തിട്ടുകൊണ്ട് കിടക്കണം. പണ്ടൊക്കെ നമ്മുടെയൊക്കെ കൊച്ചിലേക്ക് അച്ഛനൊക്കെ മുടിയൊക്കെ പിടിച്ചിട്ട് നമ്മളെ എന്തുമാത്രം വഴക്കുറയും. എന്നൊക്കെ ഇപ്പൊ പേടിയുമില്ല ഭയവുമില്ല. മക്കളിവിടെ നിന്ന് കഴിക്കേട്ടാ. ആഹാരം ഓ അറിയാം കണ്ടായിരുന്നു. നല്ല ഉറക്കം പറഞ്ഞു. നല്ല ഉറക്കം പറഞ്ഞ സ്കൂളിൽ പോയി ഉറങ്ങോ? മതിയോടാ? മതി. എങ്ങനെ വണ്ണം വെക്കും? പറഞ്ഞിട്ട് കറി കൂടെ തരാം. ചിക്കൻ വല്ലുണ്ടോ? ചിക്കൻ അല്ലടാ മട്ടൻ ഉണ്ട്. ഇത് മട്ടനാ? അമ്മ പോയി കൈ വീട്ട് വാ. കേട്ടാലും അവിടെ ഒരു പ്രസന്റ് വേണം. ആ പിന്നെ ഞടിച്ചിട്ടോ. നല്ല ആഹാരം. പാത്രം കൊണ്ട് എടുത്തോണ്ട് വാ കുഞ്ഞാ. എന്തൊരു ശീലം. പാത്രം എടുത്തോണ്ട് വാ കുഞ്ഞാ. ഈ അച്ചാവയ്ക്ക് ചെരുപ്പ് ഊരാനിടാനും ഭയങ്കര പാടാണ്. പിന്നെ എന്തിനാണ് ഈ അച്ചാവ ചെരുപ്പ് ചോദിക്കുന്നത്? നിന്റെ അച്ഛൻ ഇപ്പം അമ്മയ്ക്ക് ഒരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് ശരി വാങ്ങിച്ചു കൊടുത്തു. അവിടെ ഇവിടെ എഞ്ചിനേ ഉണ്ട് കേട്ടാ. കേറൂലേ? കാര്യം എനിക്ക് 3 നാളല്ലേ ആദ്യത്തെ കയറിക്കൂടാ. മോന്റെ വീട്ടിൽ ആദ്യമൊന്നും കയറിക്കൂടാ. അങ്ങനെയുണ്ടോ? തന്നെ എനിക്ക് മരുന്ന് ഞാൻ മരുന്ന് വെച്ചോണ്ട് അതുകൊണ്ട് വീട്ടിനകത്തൊന്നും കയറിക്കൂടാ. തന്നെ അവര് എന്റെ ഫോട്ടോ എടുത്താ മതി. വേറെ ആരും ഫോട്ടോ വേണ്ടേ? എന്റെ ഫോട്ടോ എടുത്താ മതി. വേറെ ആരും ഇല്ല ഇവിടെ.
ഇവരെയൊക്കെ പള്ളിക്കൂടം പറ്റി വരാൻ നേരത്ത് 4 മണിയാവും. 5 മണിയാവും. ഞാൻ 3 മണിക്ക് വരും. അമ്മയ്ക്കേ ആഹാരം കൊടുക്കാറുണ്ട് കേട്ടോ. അമ്മയുടെ വയറ് വീക്കാനുള്ള ആഹാരം കൊടുക്കാറുണ്ട് കേട്ടോ. ഒരു നൈറ്റിലത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെറുതെയാണ് അവർക്ക് എപ്പോഴും വിശപ്പ്, ആഹാരം കൊടുക്കുന്ന കണ്ടില്ലേന്ന്. ഇതൊക്കെ ഒരു കഴിച്ചൊരു മനുഷ്യന്, ശരാശരി മനുഷ്യന് വയറ് വീക്കുവേ, വയറ് വീർത്ത് പോവും. ഇവിടെ ഇരുന്ന് കഴിക്കമ്മ, അങ്ങോട്ട് കഴിക്കമ്മ. എല്ലാത്തിനും ടെമ്പറാണ്. അമ്മ കറി വാരി തിന്നാതെ നിങ്ങൾ ആ ഇടിയപ്പം വാരി കഴിക്കാം. ആദ്യം കറി മാത്രം വാരി അങ്ങ് തിന്നും, എന്നിട്ട് ലാസ്റ്റ് ഉള്ളതിനെ കൊണ്ടുവന്ന് കളയും. ഓ ആ പ്ലാവിന്റെ മൂട്ടി കൊണ്ടുവന്ന് കളയും. കറി ആദ്യം വാരി തിന്നല്ലേ, പിന്നെ ഇതില്ല, അതിൽ ഞാൻ വിരവി കൊടുക്കണം. ഞാനീ വിരവി കൊടുക്കണത് കൈ കൊണ്ട്, ആ കൈ കൊണ്ട് വെള്ളം എടുക്കാതെ മറ്റേ കൈ കൊണ്ട് വെള്ളം ഒടിക്കും. നിങ്ങൾ എന്തോന്ന് കാണിക്കണം. അയ്യോ എന്റെ മുട്ട കറിയെ പോയി. ഇനി വേണോ വെള്ളം? ചുമ്മാ വെള്ളം മാത്രം കുടിക്കല്ലേ. മതി മതി, അതിന് കുടിക്കണ്ട, അവിടെ വെച്ചിട്ട് ആഹാരം കഴിച്ചിട്ട് കുടിച്ചാൽ മതി. പതുക്കെ തിന്നാ പ്രശ്നം തീരുവേ. അച്ചാമ്മ ഇപ്പൊ പെട്ടെന്ന് തിന്ന് തീരുകയും ചെയ്യും. ആദ്യം കൊടുത്ത് അവ ഇരിക്കണ വയ്ക്കാണ്. 1 മണിക്കൂർ വേണം അവന് ആഹാരം കൊടുക്കും. ഇവിടെ ഞാനും അവന് തമ്മിൽ അടി കൂടണത് ഈ ആഹാരത്തിനാണ്. നല്ല അടി കൊടുക്കുന്നത് ആഹാരം കഴിക്കാനാണ്. ആഹാരം വെച്ചിട്ട് ഒരു 1.5 മണിക്കൂർ ഇത് അവരെ പാത്രം നോക്കിയേ. അവര് പെട്ടെന്ന് കഴിച്ച് തീരും, യവൻ വെച്ചോണ്ടിരിക്കും. നമ്മള് കഴിക്കുമ്പോ താമസിക്കും കേട്ടോ. നമുക്ക് പ്രോപ്പറായിട്ട് കഴിക്കാനൊന്നും സമയമൊന്നും കിട്ടൂല. എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുന്ന ഏതെങ്കിലും ഗ്യാപ്പിൽ കയറി കഴിക്കും. കുഞ്ഞു അങ്ങനെ തന്നെ ആഹാരമൊന്നും കഴിക്കുകയൊന്നുമില്ല. പിന്നെ കുഞ്ഞുവിനൊരു സമാധാനം, അംഗൻവാടിയിൽ പോയി ടീച്ചർ കഴിപ്പിക്കും. ആ ഒരു സമാധാനം. അടിയൊന്നും കൊടുക്കത്തൊന്നുമില്ലടാ, വേറിട്ടും അവര് സന്ധ്യ ടീച്ചർ ഇതിൽ തിന്നോളൂ. ഞാൻ കഴിക്കാമ്മ, ഞാൻ പതുക്കെയല്ലേ കഴിക്കുള്ളൂ. നിങ്ങൾ കഴിക്കും. എന്താ? ഓ ഓടിയപ്പോ അവന്റെ തല അവന്റെ മുലങ്ങ അടിച്ചു വീഞ്ഞു. ഓക്കെ, ശരി വന്നു. സിമ്പിൾ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം, ഒരു ചിരിയും കൊടുക്കണം. പിന്നെ ഇതുപോലെ അങ്ങ് പൊക്കോളും, വേറെ കുഴപ്പമൊന്നുമില്ല. പറ്റിച്ചേ, ഞാൻ കുഞ്ഞിയെ പറ്റിച്ചേ. നല്ല രുചിയുണ്ട്. തീർന്നിട്ടില്ലെങ്കിൽ 5 മിനിറ്റ്, തീർന്നിട്ടില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. കഴിക്കടാ. 1 മണിക്കൂറായി ആഹാരം കൊടുത്തിട്ട്. ഈ കറി എങ്ങനെ വെച്ചാ? ഈ കറി ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി കൂട്ടൊക്കെ ചേർത്ത് മുട്ട അവിച്ചിട്ട്. എങ്ങനെ വെച്ചാ അമ്മേ? ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി കൂട്ടൊക്കെ ചേർത്ത് ഒരു മുട്ട, കുറച്ച് മുട്ട അവിച്ച് അതിനകത്തിട്ട്. അങ്ങനെ വെക്കുന്നത്? ഓ, നല്ല രുചിയുണ്ട്. നല്ല രുചിയുണ്ടാ? കൊള്ളാമോ? രാത്രി കറി വെച്ചു. എന്റെ അമ്മ, ഒരു ദിവസം ഒരു നേരം ഈ കറി വെച്ചാ പോരെ? രാത്രി ഞാൻ ചോറും മീനും തന്നാ പോരെ? ചോറ് മീൻ ഇപ്പൊ അങ്ങനെ ആയാ? അവരുടെ പാത്രം കണ്ടല്ലോ, യവൻ കഴിച്ച് യവന് കൊടുത്ത് 10 മിനിറ്റ് അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് അവർക്ക് കൊടുത്തേന്ന് തോന്നുന്നു. അവന്റെ പാത്രം ഇരിക്കണൊക്കെയാണ്. കാണുന്നവര് പറയും അവ ഉണങ്ങിപ്പോയി, അവൻ ആഹാരം കൊടുക്കണില്ല എന്ന്.
സത്യം പറഞ്ഞ ഞാൻ ഇന്ന് വീഡിയോ എടുക്കണോണ്ട് മാത്രമാണ് അടി കൊടുക്കാത്ത, ഇല്ലെങ്കിൽ ഞാൻ നല്ല അടിയും കൊടുത്ത് ഉരുട്ടി എന്നുവെച്ചാൽ ഓരോ ഇതളായിട്ടാണ് തിന്നണേ. എത്ര സമയമായടാ? 7:30 തന്നെയല്ലേ? മണി 7:45. അച്ഛൻ എഴുതിട്ട് പോയത് കണ്ടാ? പെട്ടെന്ന് കഴിച്ചാൽ അങ്ങോട്ട്. ഒരു മര്യാദക്കൊക്കെ കഴിക്കാം, സൂപ്പർ ഫാസ്റ്റ് ആവണ്ട, ഒരു മര്യാദക്കൊക്കെ കഴിക്കാല്ല. കുഞ്ഞുഞ്ഞ എവിടെ പോണ്? ചേട്ടന്റെ കൂളില് നീ എന്തിനു പോണാ? ചേട്ടന് ടാറ്റ കൊടുക്കാൻ വീട്ടിൽ നിന്ന് ടാറ്റ കൊടുത്താ പോരെ? സ്കൂളിൽ ചേട്ടൻ സ്കൂളിൽ പോകുമ്പം ടാറ്റ കൊടുക്കാനായിട്ട് വാവ പോവേണ്ട ആവശ്യമില്ലല്ലോ. വാവെ അങ്കൻവാടിയിലാക്കാം. ചേട്ടൻ ഇപ്പൊ ഉമ്മ ഓടുന്നാ, പോയി ഉമ്മ ഓടും. എടി കള്ളി, നിന്റെ നമ്പറൊക്കെ എനിക്ക് അറിയാം, എന്റെ നമ്പറൊക്കെ. ഓ നാണോ കിട്ടോ. എന്താ എങ്ങനെ കോതിയാലും ഈ മൂഞ്ചി ചൊക്ക മൂഞ്ചി മാതിരി താ ഇറുക്കെ. അമ്മേനെ പിന്നെ ചിമ്പാൻസി വന്ന പോലെ ശരി. ഓ നഴ്സറിയിലല്ല അമ്മാവന്റെ സ്കൂളിൽ പോണ്. എന്ത് കഥ പടയാക്ക? ഓ ഇറങ്ങി ഇറങ്ങി. ഇന്നോടത് ഫുള്ളാക്കണം. ഇന്നോട്ട് സ്കൂളിലാക്കണം. സ്കൂളിൽ പോവണ ടാറ്റ. തൊട്ട് കളിക്കാൻ പറ്റൂലേ അടുത്ത വെക്കേഷൻ? ക്രിക്കറ്റ് കളിക്കാൻ പറ്റൂലെന്ന് പറ. ക്രിക്കറ്റ് കളിക്കാൻ പറ്റൂല, വേണമെങ്കിൽ ഫുട്ബോൾ കളിക്കാം. അതിനും പറ്റൂല, ട്യൂഷന് പോകണം. അല്ല പറ്റുമെങ്കിൽ ട്യൂഷൻ നേരത്തെ പോകും. ഹലോ ഗൈസ്, ഇവിടെ വരൂ. മൈക്ക് ഇവിടെയാ ഉള്ളെ, ഇവിടെ വരൂ. ഇന്ന് ഡാൻസ് അല്ല, അംഗൻവാടി തെറ്റിപ്പോയി. നേരത്തെ കൊണ്ടാക്ക്. ഓ ഇറങ്ങി ഇറങ്ങി. അതെന്തിരി ഹണി കളിക്കണ. ആ തലകണി തന്നെ ചോദിക്കണ. ഓ ഓ ഓ അങ്ങനെ നമ്മള് സ്കൂളിലോട്ട് പോവാണ്. ഷോപ്പൂസ് യാത്ര ചെയ്യാൻ നിൽക്കുവാണ്. ഗേറ്റ് അടച്ചോളൂ, നമ്മൾ പോയിട്ട് വരാം. അടച്ചോ? അടയ്ക്കൂല, നമ്മൾ അടച്ചാലേ പറ്റുള്ളൂ. പന്തലൊരുക്കിയ പൂർവശത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം
ടാറ്റ വന്നില്ല ഇനി ടാറ്റ വന്നു അങ്ങനെ എൻ്റെ നന്ദൂസിൻ്റെ സ്കൂൾ വിശേഷങ്ങൾക്ക് ഇതോടെ സമാപനമായിരിക്കുവാണ്. ഒരുപാട് എടുക്കാനുണ്ട്, പക്ഷേ സമയമില്ല, തിരിച്ചു പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ എടുക്കാൻ പറ്റുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാ കുഞ്ഞുമക്കൾക്കും നല്ലൊരു പഠനാന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നേ.